നമസ്കാരം. ഞാൻ നിൽക്കുന്നത് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം പഞ്ചായത്തിൽ സന്ദീപ് സാറിൻ്റെ പച്ചക്കറി കൃഷിയിടത്തിലാണ്. അസോള പ്ലസ് എന്ന ജൈവവളത്തിൻ്റെ ഉപയോഗത്തിലൂടെയും പിന്നെ മൾച്ചിങ് കൃഷി രീതിയിലൂടെയും മികച്ച കർഷകനുള്ള വള്ളികുന്നം കൃഷിഭവൻ്റെ അവാർഡ് അദ്ദേഹത്തിന് ഈ വർഷം ലഭിച്ചു. അദ്ദേഹത്തിൻ്റെ ആ കൃഷി കാഴ്ചകളിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സന്ദീപ് സാറിൻ്റെ അടുത്ത് ഈ പുതിയ രീതിയിലുള്ള കൃഷിയെക്കുറിച്ചൊന്ന് ചോദിച്ചു മനസ്സിലായി. നമസ്കാരം, എൻ്റെ പേര് സന്ദീപ് കെ ആർ എന്നാണ്. ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം സ്വദേശിയാണ്. ഞാനിവിടെ നൂതനമായിട്ടുള്ള ഒരു കൃഷി സമ്പ്രദായമാണിത്. ഇത് കൃത്യത കൃഷി എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത്. ഇത് മൾച്ചിങ് ഷീറ്റ് ഇട്ടിട്ട് അതിനകത്ത് ട്രിപ്പ് ഇറിഗേഷൻ കൊടുത്ത് കുറഞ്ഞ സ്ഥലത്ത് കൂടുതൽ ഉൽപാദനം ലഭിക്കത്തക്ക രീതിയിലുള്ള ഒരു കൃഷി സമ്പ്രദായമാണ് ഈ രീതി. ഇത് പാശ്ചാത്യ രാജ്യങ്ങളിലൊക്കെ ഒരുപാട് കണ്ടുവരുന്നതാണ്. ഇപ്പോൾ നമ്മുടെ നാട്ടിലും ഇത് ഒരുപാട് വ്യാപകമായി കൊണ്ടിരിക്കുകയാണ്. ചെറിയ സ്ഥലമുള്ളവർക്ക് പോലും ഈ സാങ്കേതിക വിദ്യ ഉപയോഗിച്ച് കൃഷി ചെയ്യുകയും കൂടുതൽ ഉൽപാദനം ഉണ്ടാക്കുകയും ചെയ്യാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ കീടശല്യം വളരെ കുറവായിരിക്കും. പിന്നീട് ഈ ലേബേഴ്സിൻ്റെ കൂലി വളരെ കുറവായിരിക്കും. കുറച്ച് സ്ഥലത്ത് കൂടുതൽ ചെടികൾ നടാം. അതുകൊണ്ട് കൂടുതൽ ഉൽപാദനം ഉണ്ടാവുകയും ചെയ്യും. ഒരു രണ്ട് തവണത്തേക്ക് നമുക്ക് കൃഷി ചെയ്യത്തക്ക രീതിയിലുള്ള സംവിധാനമാണ് ഞാനിവിടെ ചെയ്തു വച്ചിരിക്കുന്നത്. അതുകൊണ്ട് വളം ഇടിയിൽ, അതുകൊണ്ട് ജലസേചനം, ഇതെല്ലാം ചെടികൾക്ക് കൃത്യമായിട്ട് ലഭിക്കത്തക്ക രീതിയിലും ഓരോ ചെടിക്കും അത് എത്തേണ്ടടുത്ത് കൃത്യസമയത്ത് ആ വളവും വെള്ളവും കിട്ടത്തക്ക രീതിയിലാണ് സംവിധാനം ചെയ്തിരിക്കുന്നത്. എൻ്റെ പാവലുണ്ട്, പയറുണ്ട്, പടവലമുണ്ട്. പ്രാവശ്യത്തെ കൃഷി അങ്ങനെയാണ് ഞാൻ ചെയ്തിരിക്കുന്നത്. അടുത്ത പ്രാവശ്യം വരുമ്പോൾ ഈ സ്ഥലത്ത് മറ്റേതെങ്കിലും കൃഷിയായിരിക്കും. പാവലിട്ടെടുത്ത് പടവലോ അല്ലെങ്കിൽ പയറോ ആയിരിക്കും ഇടുന്നത്, അല്ലെങ്കിൽ മുളക് നടും, അല്ലെങ്കിൽ വെണ്ട നടും. അങ്ങനെയാണ് ചെയ്യുന്നത്. സാറേ, ഇതൊരു പുതിയ രീതിയിലുള്ള കൃഷി സമ്പ്രദായമാണ്. ഇതിപ്പം പൊതുവിൽ ഈ നമ്മുടെ ഭാഗങ്ങളിലും, പ്രത്യേകിച്ച് ആലപ്പുഴ ജില്ലയിലെ വള്ളികുന്നം ഭാഗങ്ങളിലൊന്നും ഇത് കണ്ടിട്ടില്ല. അപ്പം സാറിന്റെ ഈ കൃഷിയിടത്തിലാണ് ഞാൻ ഇത് ആദ്യമായിട്ട് കാണുന്നത്. അപ്പം ഇതിന്റെ നമ്മുടെ കർഷകർക്ക്, ഇത് കാണുന്ന കർഷകർക്ക് സംശയലേശമന്യേ ഇതിന്റെ തുടക്കം മുതൽ ഇത് എങ്ങനെയാണ് ഇതിന്റെ സാധനങ്ങൾ എവിടെ ലഭിക്കും, ഇത് എങ്ങനെയാണ് ഇത് കൃഷി ചെയ്യുന്നത്, ഇത് ഒന്ന് പറഞ്ഞു തരുന്നു. ഇത് ഞാൻ പല യാത്രകൾ പോയപ്പോഴും പല സംസ്ഥാനത്തും കണ്ട ഒരു കൃഷി രീതിയാണ്. വടക്കേ ഇന്ത്യയിലും തമിഴ്നാട്ടിലും കർണാടകത്തിലും ഒക്കെ ഇത് ഉണ്ട്. കൂടാതെ വിദേശ രാജ്യങ്ങളിലാണ് ഇത് ആദ്യമായിട്ടുണ്ട്. ഇസ്രായേൽ പോലുള്ള രാജ്യങ്ങളിലാണ് ആദ്യമായിട്ട് ഈ കൃത്യത കൃഷിയുടെ ഉപജ്ഞാതാക്കൾ എന്ന് പറയുന്നത് അവരാണ്. അവർക്കാണ് കുറച്ച് സ്ഥലത്തിൽ കൂടുതൽ ചെയ്ത് കർഷകർക്ക് ബെനിഫിറ്റ് ഉണ്ടാക്കുക എന്നുള്ള രീതിയിലാണ് ചെയ്യുന്നത്. നമ്മുടെ നാട്ടിലും ഇപ്പോൾ വ്യാപകമായിട്ട് കൊണ്ടിരിക്കുകയാണ്. വള്ളികുന്നത്തും പല കർഷകരും ചെയ്യുന്നുണ്ട്, വ്യാപകമായിട്ട് ചെയ്യുന്നുണ്ട്. ആദ്യം ചെയ്യേണ്ടത് ഭൂമി വൃത്തിയാക്കിയതിന് ശേഷം പാത്തി കോരുവാണ്. പാത്തി കോരിയിട്ട് ഒരു 2.5 മീറ്റർ അകലത്തിൽ രണ്ട് വാരം കോരുക. ആ വാരത്തിനകത്ത് ജൈവവളങ്ങൾ, കോഴിക്കാഷ്ടം, ചാണകപ്പൊടി, എല്ലുപൊടി, വേപ്പിൻ പിണ്ണാക്ക്, ഫാക്ടോസ് ഇതെല്ലാം ഇട്ട് മൂടി. ഇതിൻ്റെ കൂട്ടത്തിൽ ഞാൻ ഇപ്രാവശ്യം സ്പെഷ്യലായിട്ട് ചെയ്തൊരു വളം എന്ന് വെച്ചാൽ ഒരു അസോള പ്ലസ് എന്ന് പറഞ്ഞ ഒരു വളം ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. അത് മുഹമ്മ ആണ് അതിൻ്റെ ഓഫീസ്. അവിടെ നിന്നാണ് ഞാൻ എടുത്തത്. എനിക്ക് പാഴ്സൽ വന്നതാണ്. നല്ല സൂപ്പർ വളമാണത്. ആവശ്യമുള്ളവർക്ക് വേണമെങ്കിൽ ഇതിന്റെ കൂട്ടത്തിൽ നമുക്ക് വേണമെങ്കിൽ നമ്പർ ഇട്ട് കൊടുക്കാം. അതിന്റെ കൂടെ നമ്പർ ഇട്ട് കൊടുക്കാം. നല്ല പ്രയോജനം കിട്ടുന്നതാണ്. ഇപ്രാവശ്യത്തെ ഇത്രയും നല്ല രീതിയിൽ വരാൻ കാരണം എന്റെ പാവലിന്റെ ഒക്കെ ഇല കണ്ടു കഴിഞ്ഞാൽ താഴത്തേക്ക് ഒരുവിധം പഴുക്കാൻ തുടങ്ങിയെങ്കിലും മുകളിലത്തെ ഈ പന്തൽ കാണുമ്പോൾ അത് മനസ്സിലാവും. നല്ല വളമാണത്. മത്സ്യം, അതുകൊണ്ട് തന്നെ അസോള, വേപ്പിൻ പിണ്ണാക്ക്, പിന്നെ കടലപ്പിണ്ണാക്ക്, ഇങ്ങനെ കുറേയേറെ മിശ്രിതങ്ങൾ ചേർന്നിട്ട്, പിന്നെ തേങ്ങാ വെള്ളം, അങ്ങനെ കുറേയേറെ സാധനങ്ങൾ ചേർന്നൊരു വളമാണത്. എനിക്ക് ചാക്കായിട്ടാണ്. നമുക്ക് ചെറിയ പാക്കറ്റും വരുന്നുണ്ട്, 1 കിലോയുടെ പാക്കറ്റും വരുന്നുണ്ട്. ചാക്കായിട്ട് 50 കിലോയുടെ 40 കിലോയുടെ ഒക്കെ ചാക്കായിട്ടും വരുന്നുണ്ട്. പാഴ്സലായിട്ട് നമുക്ക് അയച്ചു തരുന്നത്. സാധാരണ വളങ്ങളുടെ വിലയൊക്കെ സാധാരണ നമുക്ക്, പക്ഷെ അതിനെക്കാട്ടിൽ പ്രയോജനമുണ്ട്. നമ്മള് സാധനം ഇടുമ്പോൾ നമ്മൾ മിക്സ് ചെയ്യുന്നതും അവരുടെ കുറെ സാധനങ്ങളെല്ലാം കൂടെ മിക്സ് ചെയ്ത് വരുമ്പോൾ അതിൻ്റെതായിട്ടുള്ള പ്രയോജനം കാണുന്നുണ്ട് പ്രാവശ്യത്തെ. എന്നുവെച്ചാൽ ഒരു ഇലയ്ക്ക് തന്നെ കണ്ടു നമ്മുടെ ഒരു കയ്യേക്കാട്ട് വലിപ്പമുണ്ട്. കണ്ടോ? ഇതിനകത്തിൽ വെള്ളം മാത്രമേ ഇപ്പൊ ഞാൻ കയറ്റി വിടുന്നുള്ളൂ. ഇത് ഏതിനം പാവലാണ്? ഇത് പ്രിയങ്ക ഇനമാണ്. അതുപോലെ സാർ, പിന്നെ ഈ പാത്തി എടുക്കുമെന്ന് പറഞ്ഞില്ലേ, ഈ പാത്തി എടുക്കുന്ന സമയത്ത് ഈ മേൽമണ്ണിലാണോ ഈ വളങ്ങൾ, അതോ? അല്ലല്ല, അടി പാത്തിക്കകത്ത് വളവിട്ടുണ്ട്. അതിനകത്ത് മേൽമണ്ണ് മൂടുന്നു. മേൽമണ്ണ് മൂടി നല്ലോണം മിക്സ് ചെയ്യണ്ട. മേൽമണ്ണ് അങ്ങ് മൂടി കൊടുത്താൽ മതി. ഒരു കൂന മാതിരി, നമ്മളെ പാത്തി കൂന കുടിക്കത്തില്ലേ, കയ്യാല മാതിരി, നമ്മുടെ നാട്ടിൽ കയ്യാല എന്ന് പറയും.
ചെറിയ കയ്യാല മാതിരി പിടിച്ചുകൊണ്ട് അതിന്റെ മണ്ടയ്ക്ക് ഡോളമൈറ്റ് ഇടുന്നു. ഡോളമൈറ്റ് ഇട്ടതിന് ശേഷം ട്രിപ്പ് ഇറിഗേഷന്റെ 20 mm പൈപ്പാണ് ഞാൻ ഇട്ടേക്കുന്നത്. ആ പൈപ്പ് ഓടിക്കുന്നു. പൈപ്പിൽ എല്ലായിടത്തും ഒരു 30 സെന്റിമീറ്റർ അകലത്തിൽ ഹോൾസ് ഇടും, വെള്ളം വീഴാൻ വേണ്ടി, വെള്ളം പോകാൻ വേണ്ടിയിട്ട്. അതാണ് ആ ഹോൾസ് ഇട്ടേക്കുന്നുണ്ടോ അവിടെ ഓരോ ഈ പൈപ്പാണ് ഈ പോയേക്കുന്നത്. ഈ പൈപ്പാണ് ഈ പോയേക്കുന്നത് കണ്ടോ, കാണാൻ പറ്റത്തില്ല. അതിന്റെ എഡ്ജ് ഞാൻ കാണിക്കാം, അവിടെ കാണിക്കാം. അവിടെ അവിടെ ഒരു കണക്ക് നോക്കിയിട്ട് അങ്ങ് ചെയ്യത്തേ ഉള്ളതാ. ഇപ്പം ആദ്യമൊക്കെ അത് കൃത്യമായിട്ടൊക്കെ ചെയ്യുമായിരുന്നു. ഇപ്പം പിന്നെ അങ്ങനെ കൃത്യം നോക്കത്തില്ല, നമുക്കറിയാം അത് വളം ചെയ്യുക. ആദ്യത്തെ കൂടെ ഒരു 750 ലിറ്ററിന്റെ ടാങ്കിയാണ്. നമുക്ക് ഇത്രയും പ്രദേശം നടക്കുന്നതിന് ഒരു 3/4 മണിക്കൂർ വേണം. ചെറിയ രീതിയിൽ തുറന്നിട്ട് കഴിഞ്ഞാൽ ട്രിപ്പായിട്ട് അത് വെള്ളം ഡ്രോപ്പായിട്ട് വീണോണ്ടിരിക്കും. എപ്പോഴും ഈ ഹ്യൂമിഡിറ്റി നിലനിൽക്കും ഈ കവറിട്ട് മൂടിക്കഴിഞ്ഞാൽ. ഇത് UV ഷീറ്റ് എന്ന് പറയും. സൂര്യപ്രകാശത്തെ ഒട്ടും ഇത് മണ്ണിലേക്ക് അബ്സോർവ് ചെയ്യത്തില്ല. അപ്പൊ സാർ ഒരു ചോദ്യം, ഈ സൂര്യപ്രകാശം വേണമല്ലോ നമുക്ക് ചെടികൾക്ക് ആവശ്യം. അപ്പം ഇങ്ങനൊന്നുള്ള സിസ്റ്റത്തിലല്ലല്ലോ പ്രകൃതി അതിന്റെ തനതായ രീതിയിൽ. അപ്പൊ ഇത് ഇടുന്നത് കൊണ്ട് മറ്റെന്തെങ്കിലും പ്രശ്നങ്ങളോ? ഇല്ല, സൂര്യപ്രകാശം മണ്ണിന് ആവശ്യമില്ല. മണ്ണിന് സൂര്യപ്രകാശം കൂടുതൽ ഏറ്റു കഴിഞ്ഞാൽ മണ്ണിലെ സൂക്ഷ്മാണുക്കൾ നശിച്ചു പോകത്തേ ഉള്ളൂ. നമുക്ക് ചെടികൾക്ക് മതി. ചെടികൾ വളർന്നു വരുമ്പോൾ അവരുടെ ഇലകളാണ് പ്രകാശ സംരക്ഷണം അല്ലെങ്കിൽ ഫോട്ടോസിന്തസിസ് എന്ന് പറയുന്ന പ്രക്രിയയ്ക്ക് വേണ്ടിയിട്ട് സൂര്യപ്രകാശത്തെ ആഗിരണം ചെയ്യുന്നത്. അവരുടെ ഭക്ഷണം പാകം ചെയ്യുന്ന ഇലകൾ കൂടിയാണെന്ന് നമുക്കറിയാമല്ലോ. അപ്പം ആ ഒരു ഇലകൾക്ക് മതി, അല്ല മണ്ണിന് ഒരിക്കലും പിന്നെ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല. ഈ ഷീറ്റിന്റെ അടിവശം ബ്ലാക്ക് ആണ്, പുറമെ ഈ കാണുന്ന ഒരു ആഷ് കളറാണ് വരുന്നത്. സാർ പറഞ്ഞു വളങ്ങളെ വിഘടിപ്പിച്ച് ചെടിക്ക് വേരിലൂടെ പിടിച്ചെടുക്കാൻ സൂര്യപ്രകാശത്തിന്റെ ആവശ്യമില്ല, ഇലകളിൽ മതി. എന്തെങ്കിലും ആ പോഷകം ആവശ്യമുണ്ടെങ്കിൽ ഇലകളിൽ ചെയ്തു കൊടുത്താൽ. ഇനിയിപ്പോ ഇതിനേതെങ്കിലും മൈക്രോ ന്യൂട്രീഷന്റെ കുറവുണ്ടെങ്കിൽ ഒന്നെങ്കിൽ വെള്ളത്തിൽ കൂടി ലയിപ്പിച്ച് കയറ്റി വിടുക, അല്ലെങ്കിൽ ഇലകളിൽ സ്പ്രേ ചെയ്യുക, അത് മതി. എപ്പോഴും ഒരു ചെടികൾക്ക് വേര് വളരാനുള്ള ഒരു ഹ്യൂമിഡിറ്റി എപ്പോഴും ഈ മൂടി കിടക്കുന്നുണ്ട് നമ്മൾ ഇടും. പണ്ട് കാലത്ത് നമ്മുടെ കൃഷികളിലൊക്കെ ഈ ചേന ചേമ്പൊക്കെ നടുമ്പോൾ കരിയില വെച്ച് പുതയിടുമല്ലോ. അതിന്റെ വേറെ ഒരു മെത്തേഡാന്നേ ഉള്ളൂ. ഇത് പ്ലാസ്റ്റിക് ഉപയോഗിക്കുന്നു. പ്ലാസ്റ്റിക് എന്ന് വെച്ചാൽ ഇത് മണ്ണിൽ ലയിച്ച് ചേരുന്ന പ്ലാസ്റ്റിക്കാണ്. അത് കേടുപാടുകൾ ഉണ്ടാകത്തില്ല, പ്രകൃതിക്ക് ദോഷം ഉണ്ടാകത്തില്ല. ഇത് ഞാൻ ഓൺലൈൻ വഴിയാണ് ഇത് മേടിച്ചത്. ഇപ്പം ഷോപ്പുകളിലൊക്കെ, വളക്കടകളിലും അങ്ങനെയുള്ള ഷോപ്പുകളിലൊക്കെ ചെടിച്ചട്ടിയൊക്കെ വിൽക്കുന്ന ഷോപ്പുകൾ കിട്ടുന്നുണ്ട്. ഇതിന്റെ പൈപ്പുകളും കാര്യങ്ങളെല്ലാം മേടിച്ചത് അതാ ഞാനൊരു റോള് മേടിച്ചു കഴിഞ്ഞപ്പോൾ 5ാമത്തെ വട്ടമാണ് ഇത് ചെയ്യുന്നത്. അത് എനിക്ക് 400 മീറ്ററോ 500 മീറ്ററോ മറ്റോ ഉണ്ട്. അതിന് ഏകദേശം 2000 സംതിങ് രൂപ. മേടിക്കാന്നേ ഉള്ളൂ. മേടിച്ച് സൂക്ഷിച്ചു വെക്കണമെന്നല്ലോ, അതിലൊന്നും കട്ട് ചെയ്ത് സൂക്ഷിച്ചു വെക്കണം. ഇത് 4ാമത്തെ വട്ടമാണ്. അല്ല, ഈ ഷീറ്റ് അങ്ങ് മാറ്റും. ഇത് 2 ടേൺ കൃഷി ചെയ്യും ഈ ഷീറ്റിനകത്ത്. പിന്നീട് ഈ സ്ഥലം മാറ്റും, ഇതിന്റെ സെന്ററിൽ കൂടെ ആക്കും. ഇപ്പം സാർ ഇവിടെ കൃഷി ചെയ്തിരിക്കുന്നു, അടുത്ത പ്രാവശ്യം അവിടെ ചെയ്യും. അതിനുശേഷം പിന്നെ സെന്ററിലോട്ട് മാറ്റും. അപ്പൊ ആ വളം പിന്നെ അടുത്ത പ്രാവശ്യം അവിടെ കിടക്കുവാണ്. അത് കുഴപ്പമില്ല, 2 ടേൺ കഴിഞ്ഞില്ലേ അവിടുത്തെ. അപ്പോഴത്തേക്ക് ഒരുവിധം വളങ്ങള് മാറി മാറി കൃഷി ചെയ്യും. പാവലാണെങ്കിൽ അടുത്ത പ്രാവശ്യം വേറെ പയറോ വെണ്ടയോ അല്ലെങ്കിൽ അങ്ങനെ മുളകോ എന്തെങ്കിലും നടാം. സ്ഥിരമായിട്ട് ഒരിടത്ത് ചെയ്യത്തില്ല. അപ്പൊ ഇതിന്റെ pH മൂല്യത്തിന് മാറ്റം ഇതുവരെ എനിക്ക് ഈ ജൈവവളം കൊടുക്കുന്നുണ്ട്. ഇതുവരെ എനിക്ക് അങ്ങനെ വിഷയങ്ങൾ വന്നിട്ടില്ല. ഉണ്ടെങ്കിൽ അത് ചെടികളിൽ അറിയാൻ പറ്റും. ഇതുവരെ എനിക്ക് അങ്ങനെ കുഴപ്പം വന്നിട്ടില്ല. എന്ന് വെച്ചാൽ നമ്മൾ ചേർക്കുന്നത് നാടൻ പശു ഉണ്ട്, എനിക്ക് ചെറു പശു ഉണ്ട്. അതിന്റെ പിന്നെ ചാണകമാണ് ഉപയോഗിക്കുന്നത്. പിന്നെ കോഴിവളം, ഇതൊക്കെയാണ് ഞാൻ ഉപയോഗിക്കുന്നത്. ഇതുവരെ രാസവളം അതിൽ ചെയ്യേണ്ടതായിട്ട് ഇതുവരെ വന്നിട്ടില്ല. സാർ, ഇത് ഡ്രിപ്പിംഗ് സിസ്റ്റത്തിന് വേണ്ടി കൊടുത്തിരിക്കുന്ന ടാങ്കാണ്. ഇത് നമ്മുടെ അവിടെയാണ് കുഴൽക്കിണർ. പിന്നെ ഇവിടെയാണ് കുഴൽക്കിണർ നമ്മുടെ. ഇവിടുന്ന് ടാങ്കി വെള്ളം ചെല്ലുന്നു. ടാങ്കിൽ നിന്ന് ഡയറക്റ്റ് ഔട്ടാണ് ഈ വരുന്ന ഈ 2 ഇഞ്ചിന്റെ പൈപ്പ്. ഇവിടെ വന്നിട്ട് ഇത് ഇവിടുന്ന് നമ്മൾ 2ആയിട്ട് തിരിയും. ഒരു വേറെ പുതിയ സിസ്റ്റം കൊണ്ടുവരും. ഇവിടെ പ്രഷർ ഗേജ് ചെയ്യത്തക്ക രീതിയിലുള്ള ഒരെണ്ണം. ഇവിടെ വാൽവ് ഉണ്ട്. ഇല്ല, ഇതാണ് വാൽവ്. അതിന്റെ മെയിൻ വാൽവ് ഇതാണ്. ഇവിടെയാണ് പ്രഷർ ഇതിന്റെ ക്രിയേറ്റ് ആകുന്നത്. അപ്പം അവിടുന്ന് വെള്ളം വന്നിട്ട് ഇങ്ങോട്ട് പോകില്ല. ഇത് നമുക്കിപ്പം വളം കൊടുക്കണമെന്നുണ്ടെങ്കിൽ ഇതിന്റെ ഒരു ഫിൽറ്ററാണ്. ഇത് സക്ക് ചെയ്തെടുക്കുന്നതാണ്. ഈ ഫിൽറ്ററിൽ നിന്നാണ് സക്ക് ചെയ്തെടുക്കുന്നത്. ഇവിടെ ഈ മെയിൻ വാൽവ് ക്ലോസ് ചെയ്യുന്നു. ക്ലോസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇവിടുത്തെ ഈ വാൽവ് ഓപ്പൺ ആക്കും. ഈ വാൽവ് ഇല്ലെങ്കിലും കുഴപ്പമില്ല. ഇപ്പം ഇത് 1 ഇഞ്ചിന്റെ ആണെങ്കിൽ അപ്പൊ ഇത് ക്ലോസ് ചെയ്യുമ്പോൾ താഴെ നിന്ന് വരുന്ന വെള്ളം ഇങ്ങോട്ട് വരില്ല. അപ്പൊ ഇതുവഴി ഇവിടെ ക്ലോസ് ചെയ്യും. ഇവിടെ ഓപ്പൺ ആക്കും. ഓപ്പൺ ആക്കുമ്പോൾ ഇവിടെ ഒരു പ്രഷർ, ഇവിടെ നിന്ന് വെള്ളം പോകും. പ്രഷർ എന്നാൽ ഇവിടെ വെള്ളം പോകുന്ന സമയത്ത് ഇവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ ഒരു ഇതുണ്ട് അല്ലേ, ഇവിടെ നിന്ന് വെള്ളം മുകളിലോട്ട് കയറി വന്നിട്ട് ഇവിടെ അയക്കും. ഇവിടെ അയക്കുമ്പോൾ ഇവിടെ പ്രഷർ ക്രിയേറ്റ് ചെയ്യും. ഇവിടെ കുറയ്ക്കുവാണ്. ഇനി വെള്ളത്തിന്റെ പോക്ക് കുറയ്ക്കുവാണ്. ഇതിനകത്ത് സിസ്റ്റം ഉണ്ട്. ഓട്ടോമാറ്റിക് ഉണ്ടാകുന്നതാണ്. ഒരു വാക്വമാണ്. വാക്വം ക്രിയേറ്റ് ആകും. വാക്വം ക്രിയേറ്റ് ആകുമ്പോൾ ഈ വാൽവ് തുറന്നുകൊണ്ട്
നമ്മൾ കലക്കി വെച്ചേക്കുന്ന ബക്കറ്റിലേക്ക് ഇതിന്റെ ഇതുണ്ടല്ലേ, ഫിൽറ്റർ ആണ്. ബക്കറ്റിലോട്ട് ഇത് ഇട്ട് കഴിഞ്ഞാൽ ഇത് കുറച്ച് ഈ മറ്റേ വരുന്ന വെള്ളത്തിന്റെ കൂടെ കയറി പമ്പ് വേണ്ട, ഓട്ടോമാറ്റിക് പോയിക്കോളും. അങ്ങനെ പയർ കൃഷിയാണിത്. ഇത് ഏതിനും പയറാണ്? ഇതൊരു ഹൈബ്രിഡ് ഇനമാണ്. ഇത് പച്ച സുമിന്ത് എന്ന് പറഞ്ഞൊരു കമ്പനിയുടെയാണ്. നല്ല പച്ചയാണ്. ഇത് ഷെൽഫിങ് കൂടുതൽ കിട്ടും. കടകളിൽ വെച്ച് കഴിഞ്ഞാൽ പെട്ടെന്ന് വാടിപ്പോത്തില്ല ഈ സാധനം. ഈ പച്ച നിറമായതുകൊണ്ട് ഹരിതകം, അതിന്റെ ഹരിതകം കൂടുതലാണ് പച്ച വരുന്നത്. പക്ഷെ ഹൈബ്രിഡ് ഒരു പ്രത്യേകമാണ്. വലിയ കീടശല്യം അതിൽ കാണുന്നില്ല. പ്രതിരോധശേഷി കൂടുതലാണ് ഇതിന്. അതുപോലെ പിന്നെ രുചിയും നല്ല രുചിയാണ്. നാടൻ കിടപിടിച്ച് നിൽക്കുക. മെയിനായിട്ട് വ്യവസായ അടിസ്ഥാനത്തിൽ ചെയ്യുവാണെങ്കിൽ ഹൈബ്രിഡ് ആണ് കുറെ കൂടെ നല്ലത്. ഈ കീടബാധ ശല്യം കുറഞ്ഞു കഴിഞ്ഞാൽ അത്രയും നല്ലതാണ്. സാർ, ഈ പയർ കൃഷി ലാഭകരമാണോ? ലാഭകരം തന്നെയാണ്. ഇന്നും ഏതാണ്ട് ഒരു സ്റ്റാർട്ടിങ് വെച്ചതേ ഉള്ളൂ, ഇത്രയും തുടങ്ങിയതേ ഉള്ളൂ. ഒരു 4-5 കിലോയോളം പയർന്ന് വെച്ചിട്ടുണ്ട്. ഒരു പയർ ചെടി എത്ര നാൾ വിളവെടുക്കാൻ പറ്റും? ഇത് 90 ദിവസം. 40-45 ദിവസം തൊട്ട് എടുത്തു കഴിഞ്ഞാൽ 90-120 ദിവസം വരെ. അങ്ങനെ ഞാൻ ഇങ്ങനെ ശ്രദ്ധിച്ചിട്ടുണ്ടോ? ഒരു മൂട്ടിൽ നിന്നും ഇല്ല, അങ്ങനെ ടോട്ടൽ അങ്ങനെ ചെയ്യത്തേ ഉള്ളൂ. ഒരു സീസണിൽ ഇത്ര അതേ ഉള്ളൂ. 45-50 കിലോ വരെയൊക്കെ പയർ ഞാൻ വെച്ചിട്ടുണ്ട് ഇവിടെ. പൂക്കാതെ വരുമ്പം പൂക്കാൻ വേണ്ടി അങ്ങനെ എന്തെങ്കിലും രോഗങ്ങള് കാര്യങ്ങള് ഇതുവരെ വന്നിട്ടില്ല. ഇപ്പൊ നമ്മുടെ ചായയുടെ ശല്യം ചെറുതായിട്ട് കയറിയിട്ടുണ്ട്. ചാഴി കയറുന്നുണ്ട്. ചാഴി കയറിയിട്ടുണ്ട്. ഈ പറക്കുന്ന ചാഴിയാണ്. നല്ല രീതിയിൽ കയറിയിട്ടുണ്ട്. ഇത് ഉണക്കമീന് പിന്നെ ഇതാണ് ചാഴി. ഇത് കിളി ചെയ്യുന്നുണ്ട്. കിളിക്ക് കൊടുക്കുന്നതാണ്. കിളിക്ക് കൊടുക്കുന്നതാണ്. കിളിക്ക് കൊടുത്തിരിക്കുകയാണ് സാർ. എന്നുവെച്ചാൽ നമുക്ക് മാത്രം കഴിക്കാനുള്ളതല്ലോ. അതുകൊണ്ട് ഇതെല്ലാം വിളഞ്ഞിരിക്കുവാണ്. നാളെ മറ്റന്നാളൊക്കെ ആയിട്ടൊക്കെ ഇത് മാർക്കറ്റിൽ പോകും. ഏകദേശം ഒരു 2 കിലോയും വരും. ഇതിന് 3 വർഷമായ മരമാണ്. ഇതിനകത്ത് ആൺപൂക്കളും പെൺപൂക്കളും ഉണ്ട് കേട്ടോ. രണ്ടും ഉള്ളതാണ്. പൊക്കത്തിലാണ് നമുക്ക് അത്രയും വ്യക്തമാകത്തില്ല. ഇതിന്റെ പരിചരണം ഒക്കെ എങ്ങനെയാ സാർ? ഇത് സത്യം പറഞ്ഞ ഒരു പരിചരണം ഇല്ല. ഇങ്ങനെ വെള്ളം പോകുന്നുണ്ട്. ഏലത്തിന് വളം ഇടുന്ന കൂട്ടത്തിൽ അതിനും കിട്ടും. അതല്ല, നമ്മുടെ കർഷകർക്ക് ഒരു സംശയമുണ്ട്, എനിക്കുണ്ട്. ഇതിന്റെ അരിയിട്ട് കിളിപ്പിച്ചാൽ ഇതിന്റെ ഈ ആൺപൂവും പെൺപൂവും ഉണ്ടാകുന്ന പപ്പായയാണെങ്കിൽ അരിയിട്ടാ കിളിക്കും. പെൺപൂ മാത്രം ഉണ്ടാകുന്നതാണെങ്കിൽ ഇട്ടാ കിളിക്കത്തില്ല. അതാണ് അതിന്റെ. ഇത് അർക്കാമംഗളയാണ്. ഇത് കണ്ടോ? അതാണ്ട് ഒരു 3-4 ഒക്കെ ഒരു ചെനപ്പില് വരുന്നുണ്ട്. കർഷകർക്ക് ആദായകരമാണ് ഇത്. ഇതിന്റെ നാടിന്റെ ഒരു ഇതാണ്. ഈ അറ്റത്ത് ചുവപ്പ് കളർ വരുന്നത്. ഒന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ ഇട്ടു. അത് നല്ലതായിരുന്നു. പക്ഷെ നമുക്ക് ഈ ഭാഗത്ത് റെഡ് പയറിനോട് ഇച്ചിരി മാർക്കറ്റ് കുറവാണ്. ഇത് നല്ലതാണ്. മെഴുക്കുരട്ടുന്നതിനും മെഴുക്കുരട്ട് തോരന് ഒരു വീട്ടിലേക്ക് ഒരു 10 പയർ മതി. പോഷകമായ സാധനമാണ്. നമ്മുടെ ഇവിടെ ഉള്ളു കുറച്ച് കൂടുതൽ ഇത് ഉപയോഗിക്കുന്നത്. വടക്കോട്ട് പോയി ചെറിയ പയറാ, കുറ്റിപ്പയറാണ് അവർ കൂടുതൽ ഉപയോഗിക്കുന്നത്. സാറിന് പന്തലിന് ഉപയോഗിക്കുന്നത് നമ്മുടെ ഇതിട്ടിട്ട് ഇതെല്ലാം ഈ ചണക്കയറെല്ലാം വെറും ചണമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. നമ്മുടെ ഈ ചാക്കട്ട് നമ്മുടെ ചണമാണ്. ഇതിന്റെ വള്ളി വലുതാവുമ്പോ ചണം അഴിച്ചു കളയണം. ഇല്ല, അത് തന്നെ അങ്ങ് ഇതായി പോകും. താഴെ നിന്ന് കെട്ടിവിടും. അത് മറ്റേ കുറ്റിയൊന്നും ഞാൻ കൊടുക്കാറില്ല. ഇതിട്ട് കെട്ടിട്ട് മുകളിലോട്ട് ഒന്ന് ചുറ്റി അങ്ങ് വിട്ടേക്കും. ഇതിന്റെ വളം ഇത് തന്നെ ആദ്യമേ നടുമ്പം അതിലിടുന്നതല്ല ഇതിലും ഇടും. പിന്നെ ലാസ്റ്റ് കിളിച്ച് പൊങ്ങി കഴിഞ്ഞാൽ കരിയില വാരി ഇടുക, അത്രേ ഉള്ളൂ. ഇടയ്ക്ക് ചാണകവും കടലപ്പിണ്ണാക്കും കൂടെ പുളിപ്പിച്ച് അപ്പൊ ഈ സൂര്യാഘാതം കുറച്ച് കുറയ്ക്കാനാണ് വേറെ മൾച്ചിങ്, നമ്മുടെ സാധാരണ മൾച്ചിങ് രീതിയാണ്. അത് എപ്പോഴും ഈർപ്പം നിലനിൽക്കും. ഇങ്ങനെ ഇത് പൂവ്വാഴയാണ്. ഇത് പൂവ്വാഴയാണ്, നമ്മുടെ പഴയ നാടൻ പൂവ്വാഴ. വളപ്രയോഗം കൊണ്ടാണ് ഇത്രയും വലിയ വളപ്രയോഗം ഒന്നും ഇല്ലാത്തതാണ്. വളമൊന്നും പ്രത്യേകിച്ച് ഗോമൂത്രമാണ് കാര്യം. ചാണകവും ഗോമൂത്രയും അല്ലാതെ ഒരു സാധനം ഇട്ടിട്ടില്ല. പൂവ്വാഴ കൃഷി ലാഭകരമാണ്. ഉണക്കത്ത് ഏറ്റവും കൂടുതൽ പ്രതിരോധം കിട്ടുന്ന ഒരു വാഴനമാണ്. കണ്ടില്ലേ സാമ്പാർ തുവര. ഇത് ഈ പ്രദേശങ്ങളിലൊന്നും ഇല്ലില്ല, നമ്മുടെ ഈ പ്രദേശത്തില്ല. പണ്ട് കാലങ്ങളുണ്ടായിരുന്നു. ഇത് സാറ്
ഇതിന് തൈ വാങ്ങിച്ചിട്ടാണ് അല്ലല്ല എന്റെ ഒരു സുഹൃത്ത്, പാലക്കാട്ടുള്ള എന്റെ സുഹൃത്ത് എനിക്ക് അയച്ചു തന്നതാണ്. അപ്പോഴ് പിന്നെ ഒരു പുള്ളിയൊക്കെ പാടത്ത് കൃഷി ചെയ്താണ്, കൊയ്ത്ത് കഴിയുമ്പോൾ പാടത്തിന്റെ സൈഡിൽ കൃഷി ചെയ്യുന്നതാണ്. അപ്പൊ ഞാൻ പറഞ്ഞു 10 വിത്ത് തരണം എന്ന് പറയുമ്പോൾ കൃഷി കുറച്ച് അയച്ചു. ഞാൻ വെറുതെ എവിടെയൊക്കെ ഒന്ന് കുത്തിയിട്ടപ്പോൾ കർഷകരോട് പറയാനുള്ളത് ഇതാണ്, ചെലവ് കുറച്ചുകൊണ്ടുള്ള കൃഷി സമ്പ്രദായം അതാണ് ഏറ്റവും വേണ്ടത്. പിന്നെ അതിൽ നമ്മൾ എല്ലാവർക്കും ഭക്ഷണം കഴിക്കേണ്ടതാണ്, അതിൽ കൃത്രിമത്വം കാണിക്കാതിരിക്കുക. രാസവള പ്രയോഗങ്ങളോ അല്ലെങ്കിൽ രാസവള കീടനാശിനികളോ ഉപയോഗിച്ച് അതിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലത്. എന്നുവെച്ചാൽ നമ്മളെപ്പോലെ തന്നെയാണ് മറ്റ് ജീവികളും ഇത് ഭക്ഷിക്കുന്നുണ്ട്, നമ്മുടെ കൂടെയുള്ള ആൾക്കാരും ഭക്ഷിക്കുന്നുണ്ട്. അപ്പോൾ മാക്സിമം ജൈവ കൃഷി ചെയ്ത് അത് വിജയിപ്പിക്കുക എന്നുള്ളതാണ് ഏറ്റവും നല്ലത്. എല്ലാവരും എൻ്റെ ഈ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, കമൻറ്റ് ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. അതുപോലെ തന്നെ പുതിയൊരു ഓപ്ഷൻ ഉണ്ട്, ഹൈപ്പ് എന്ന് പറഞ്ഞ് പോയിന്റ് കിട്ടുന്നതാണ്, ഹൈപ്പ് കൂടെ ചെയ്ത്. അപ്പം എല്ലാവർക്കും ഓണാശംസകൾ. നന്ദി, നമസ്കാരം സാറേ.